ഹലോ ഗെയ്സ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മളൊരു ഗിൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ കയറി ജോയിൻ ചെയ്യുക. നമുക്കിത് ഞാനിപ്പം ഈ ഗിൽഡിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ നിങ്ങളും കൂടെ കയറുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ലെവൽ 6 എത്തണം. എനിക്കിത് ഈ കൊടിയുടെ ഈ ഇമോട്ട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ ഒരു കൊടി കുത്തുന്ന ആ ഒരു ഇമോട്ട്, ഇത് റൂളർ ഫ്ലാഗ് എന്ന് പറയുന്ന ആ ഒരു ഇമോട്ട്, മറ്റുള്ള പൈരറ്റ് ഫ്ലാഗിൻ്റെ കോപ്പി ഇടിച്ചുണ്ടാക്കിയ ആ ഒരു ഇമോട്ട് എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട് ബ്രോ. നിങ്ങളെല്ലാവരും ഗിൽഡിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഗിൽഡിൽ ചേരുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഷെയറും കൂടെ ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ. ഇതാണ് ആ കൊടി കുത്തുന്ന ആ ഒരു ഇമോട്ട്, കണ്ട ഈ ഒരു ഇമോട്ട് എനിക്ക് വേണമെന്ന് ആഗ്രഹം. അപ്പോൾ നമുക്കൊരു BR മാച്ച് സ്റ്റാർട്ട് ആവുക. അപ്പോൾ ഗെയ്സ്, നമ്മളൊരു BR മാച്ചൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഭീമാശക്തിയിലോട്ട് പോയി ഇറങ്ങാൻ പോകുന്നത്. ഭീമാശക്തി. അപ്പോൾ ഗെയ്സ്, മാച്ചൊക്കെ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഗെയ്സ്, നമ്മൾ ഭീമാശക്തിയിലോട്ടൊക്കെ ലൊക്കേഷനൊക്കെ സെറ്റാക്കട്ടെ. അങ്ങനെ നമ്മൾ ലൊക്കേഷനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഭീമാശക്തിയിലോട്ട്. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം കാണാം. അപ്പം നമ്മളിപ്പോൾ ഭീമാശക്തിയിലോട്ട് ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ഇടുക ഈ ഗെയിമിംഗ് വീഡിയോ എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ വരുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എത്ര ആൾക്ക് ഈ 9th ആനിവേഴ്സറിയുടെ ഈ ഒരു ബാക്ക് പാക്ക് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ 9th ആനിവേഴ്സറിയുടെ സ്പെഷ്യൽ ബാക്ക് പാക്ക്. അപ്പം നമ്മൾ ചെന്നിറങ്ങിയതും നമ്മൾ കുറേ ഈ ഗ്ലൂകൾ ഇങ്ങനെ തന്നെ വീഴുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അതെന്തെന്നാവട്ടെ, നമ്മളാദ്യം ലൂട്ട് കൊടുക്കുക ഒന്നല്ല എഴുതി. കേസ് നമ്മൾ കുറേ ഇവിടെ ഒരു വെടിശബ്ദം കേൾക്കുന്നുണ്ട് കേസ്. പുറത്തുനിന്ന് ഇവിടെ നിന്നോ ഷോപ്പിലൊന്നും ഇങ്ങനെയില്ല. പുറത്തുനിന്ന് ഇവിടെ നിന്ന് ഒരു വെടിശബ്ദം കേട്ടേ. നമ്മളെന്തായാലും അവിടെ ചെന്ന് നോക്കും. ദൂരത്തം പറന്നിറങ്ങുന്നത്, നമുക്ക് അവിടെ പോയതിന് ശേഷം അവനെ ഫിനിഷാക്കാം. സ്നൈപ്പർ എടുത്ത് അവളെ ഓടുന്നു ഫോളോ ഇട്ട്. അവൾ മിസ്സായി. പുറകിൽ നിന്ന് വെടി. ഇവനിപ്പോൾ എവിടെ വന്നാ? പിന്നെ ഓടിപ്പോകാൻ നോക്കുന്നത്. എനിക്കിതാ ഇഷ്ടപ്പെടാത്ത. നമ്മളിങ്ങോട്ട് വന്ന് അടിക്കുകയും ചെയ്യുന്നിട്ട് ഓടിപ്പോകാനും നോക്കും. വീട്ടിൽ തന്നെ അവനെ അങ്ങ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്നൈപ്പർക്ക് ഒന്ന് റീലോഡ് ചെയ്ത് വെച്ചേക്കാം. എപ്പോഴും ആവശ്യം വരികയെന്നൊന്നും വെച്ചാൽ ഇവിടെ ആയിരുന്നില്ലേ ഗ്ലൂ വാൾ വെട്ടെ. ഇപ്പോഴാണ് കാണുന്നെങ്കിൽ ഇത് മാറ്റണം. ഇവിടെ കുറച്ച് വെട്ടൊക്കെ നടിച്ചിട്ട് കെട്ട്. പക്ഷേ ഇവിടുന്ന് ഒരു വെടിശബ്ദം കേൾക്കുന്നുണ്ട് ഈ നല്ല രീതി. ആ പെണ്ണാങ്ങണോ ഒന്ന് അവിടെ നിന്ന് വെടി വെക്കുന്ന. എന്തായാലും അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം. ആരെയും കാണുന്നില്ലല്ലോ. പുറകെ ഒരു എനിമി സ്പോട്ട് ആയിട്ടുണ്ട്. ഇവിടെ ഒരു എനിമിയെ കണ്ടിട്ടുണ്ട്. ഇതൊരു എനിമി ഇങ്ങോട്ട് ഇറങ്ങിയുന്നുണ്ട് കേസ്. അവൻ ഇതുവരെയാണ് വരുന്നത്. അതിൽ അവനെ ഫിഷാക്കിയിട്ട് ഇതുവരെ വരുന്നുണ്ട് തോന്നുന്നു. പക്ഷേ അതെല്ലാം അവളെ കൊണ്ട് പുറകിൽ നിന്ന് ഫ്രണ്ടിൽ മതി. 1v3 അല്ല 1v2 സിറ്റുവേഷൻ. ഓടിപ്പോകും നമ്മളെ വെടിവെച്ച് വീഴ്ത്തിയതിന് ശേഷം. യെസ്, നിങ്ങൾ നോക്കണം. എൻ്റെ HP ഒക്കെ കുറവാണ്. മിസ്സായി. ഈ ഗ്ലൂകൾ തന്നെ കൈ വലുത് കേസ്. അതാണ് മെയിനായിട്ടുള്ള വിഷയം. ഇതെങ്ങനെയെങ്കിലും എടുത്ത് മാറ്റണം. അടുത്ത ഗെയിം പ്ലേ നമുക്ക് സെറ്റാക്കാം. അവളങ്ങ് ഓടിയങ്ങ് രക്ഷപ്പെട്ടിട്ടുണ്ട് കേസ്. എസ്കേപ്പ് ആയെന്ന് തോന്നുന്നു. ഇല്ല കേസ്, തോക്കുന്നത് അവളെ വെടി വെക്കുന്നത്. പക്ഷേ ഇതെങ്ങോട്ടൊക്കെ ഗ്ലൂകൾ വീഴുന്നതെന്ന് വലിയൊരു പിടുത്തില്ല. എന്താ നെക്ക് പിടിച്ചാൽ കൊല്ല. അവളെ മിസ്സാക്കുന്ന വീഡിയോ കിട്ടി. ചത്ത് ഇവിടുന്ന് ഇടയ്ക്കൂടെ നമുക്കൊരു തേർഡ് പാർട്ടി അടിച്ചായിരുന്നു. ഇവിടുന്ന് എന്തായാലും അവനെ അവിടെ ഉണ്ടെന്ന് നോക്കിട്ട് കേസ് തോയ്ക്കുന്ന വീടിനകത്ത് അടുത്ത്. എന്തായാലും നമ്മൾ മെഡ് അടിക്കട്ടെ, അല്ലെങ്കിൽ അവൾ വന്ന് നമ്മളെ പഠിച്ചിട്ടു. ഇനി കുറച്ച് ചിപ്പിയും കൂടെ ഉള്ളു. മെഡൊക്കെ മതി. ഇതൊക്കെ കിടന്ന് കാണിക്കുന്നത്. ഒരു ഹെഡും കൊടുത്ത് അവൾ കിടന്ന് തന്നുകൊണ്ട് നമ്മളൊരു ഹെഡും അടിച്ചിട്ടുണ്ട്. ഈ പുറകിൽ നടി റീലോഡ് ചെയ്യട്ടെ. എൻ്റെ സ്നേഹികളൊക്കെ നല്ല രീതിയിൽ HP പുറത്തോട്ട് ഗീസ്. ഇപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. ഗ്ലൂകളൊക്കെ നിന്നിട്ട് തോയ്ക്കുന്നവള്. അത് ആ ഒരു പോസ്റ്റിനകത്തുണ്ട്. ഒരടി കൊടുത്ത്
ഈ പാറയുടെ ഇടയ്ക്കൂടെ ഒരു ഇത് കവറെടുത്ത് എന്തോ താഴെ ഒരു എനിമി താഴെ ഒരുത്തി അവളെ തമ്മിൽ രണ്ട് ഫൈറ്റ് എടുത്തിട്ടുണ്ട്. അവൾ തന്നെ മറ്റേല്ല അവളെ കൊന്ന്. അതുകൊണ്ട് നമ്മളുടെ പണി കുറച്ച് കുറഞ്ഞ് കിട്ടി. ഗേസ് അങ്ങ് ലോങ്ങിൽ നിന്നൊരു എനിമിയെ ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോന്ന് അറിഞ്ഞൂടെ, അങ്ങ് ലോങ്ങി വീഴ്ത്തു നിൽപ്പുണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് ലൂട്ട് കവറൊക്കെ ഇട്ട് പോവാം. ഗേസ് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നൊരു എനിമി. തോണ്ട് ഇത് അവിടെ അടങ്ങിയത് നീക്കി വെച്ചേ. അതൊക്കെ അത്രേ ഉള്ളൂ. വെടിവെച്ചങ്ങ് വന്ന് ഗേസ് അങ്ങനെ അവളെ നമ്മൾ കില്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ 5 കില്ലെടുത്തിട്ടുണ്ട് ഗേസ്. പക്ഷേ കുറച്ച് ലൂട്ടൊക്കെ പിറക്കി. എന്നിട്ട് നമ്മൾ കുറച്ച് മെഡിക്കറ്റൊക്കെ ഒന്ന് അടിച്ചിട്ട് നമ്മുടെ HP ഒക്കെ നല്ല രീതിയിൽ കുറവാണ്. നമ്മൾ വീണ്ടും കുറച്ച് ലൂട്ടങ്ങ് എടുത്ത് ഗേസ് മുമ്പിൽ നടി എവിടെ ഗ്ലൂവാൾ അത്യാവശ്യത്തിനൊന്നും എടുത്തില്ല. അല്ലാത്തപ്പോൾ ആവശ്യത്തിൽ ഇല്ലാത്തതിനെല്ലാം ഈ കണ്ണൊന്നും ഇട്ട് ഗ്ലൂവാൾ ഗ്ലൂ അവളെവിടെ ഞാൻ ഇവിടെ വന്നപ്പോൾ അവ അപ്പുറത്തോട്ട് ഈ സമയം അങ്ങനെ നമുക്ക് അവന്തോ അവിടെയും ഗ്ലൂ വളർത്തി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ കറങ്ങിയും പോവാം. എവിടെയെങ്കിലും കാണില്ല നോക്കുന്നത് നമുക്ക് കുറച്ച് ഹെഡ് കൊടുത്ത്. ഈ ഗ്ലൂ വാൾ വലിയ വിഷയമാണല്ലോ. ഗ്ലൂ വാളിൻ്റെ ബട്ടൺ ഇവിടെ നിന്ന് മാറ്റണം. അവൻ രക്ഷപ്പെട്ട് അങ്ങ് പോയി. ഗ്ലൂ വാൾ അവനങ്ങ് പോയി ഗീസ്. നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും അവനെ ചേസ് ചെയ്ത് പിടിക്കണം. ചേസ് അവൻ ചേസ് ചെയ്തിട്ട് അവനെ അവിടെ കാണുന്നത് അവൻ എന്തോ അവിടുന്ന് മലയിറങ്ങി പോയിട്ടുണ്ട്. പക്ഷേ ഈ ഗ്ലൂ വാൾ വേണം നമുക്ക് മിസ്സായി അവനെ. തന്നെ അവനെ അങ്ങനെയൊന്നും വിടത്തില്ല. നമ്മളവനെ ഫോളോ ചെയ്ത് പോയി കൊല്ലും. ഇവിടെ എവിടെയെങ്കിലും കാണും. നമ്മളെ പേടിച്ച് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുവൻ. അതുകൊണ്ട് തോണ്ടിരിക്കുന്നവൻ അവൻ്റെ അവനെ അങ്ങ് തല്ലി അങ്ങ് വന്നിട്ടുണ്ട്. നമ്മളെ വന്ന് അടിച്ചിട്ട് അങ്ങ് ഓടിപ്പോകാൻ നോക്കുന്നു. അല്ല അവൻ്റെ അടുത്തും പോയി കുറച്ച് ലൂട്ട് കിട്ടുക. ഈ എൻ്റെ ബട്ടൺസ് ഒന്നും ശരിയല്ല ഗീസ്. എവിടെയൊക്കെ നിൽക്കുമ്പോൾ എന്തൊക്കെ വരുന്നത്. ഇതെല്ലാം ഒന്ന് ശരിയാക്കണം. അടുത്ത ഗെയിം കളിക്കുമ്പോൾ ഒരു സൂപ്പർ മെഡ് കിട്ടിയിട്ട് സൂപ്പർ മെഡ് അങ്ങ് അടിക്കിട്ട് മെഡൊക്കെ അടിച്ച് പൊള്ളിച്ചൊക്കെ സെറ്റായി. സോണിങ് എത്താറായി. അപ്പോൾ നമുക്ക് ഒന്ന് പെട്ടെന്ന് അങ്ങ് സ്കെയർ നിൽക്ക് മറ്റേ നമ്മുടെ കാർഡ് ഉണ്ടല്ലോ, അത് വെച്ചാൽ നമുക്കൊരു മൗണ്ടൻ ട്രക്ക് അങ്ങ് വാങ്ങിക്കാം. വേറെ എന്തെങ്കിലും വാങ്ങിക്കില്ല. ഇപ്പം നമുക്ക് ആ മൗണ്ടൻ ട്രക്ക് എടുക്കാം. മൗണ്ടൻ ട്രക്ക് ഇവിടെ ഇട്ടങ്ങ് വന്ന് വീടിട്ട് സോണിങ് അടുത്തെത്തി. നമ്മൾ തൊലി ഇതിനകത്ത് സോണിനകത്ത് ചാവേണ്ടി ഒരു സ്പോൺസറൊക്കെ അടിച്ച് പെട്ടെന്നൊന്നും ആ മൗണ്ടൻ ട്രക്ക് വന്ന് ഐറ്റം വന്ന് പെട്ടെന്ന് കയറി പോട്ട് ഗീസ്. അതിനുശേഷം നമ്മളിവിടെ നിന്ന് കയറി പോവുക. ഇതെന്താ ഗീസ് ഇങ്ങനെ സ്ലോ ആയിട്ട് വന്ന് ഈ മൗണ്ടൻ ട്രക്ക് അങ്ങനെ സ്ലോ കുറച്ച്. അങ്ങനെ നമ്മൾ സോണിൻ്റെ സ്ട്രൈക്കിൻ്റെ ഒക്കെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിന് ശേഷമാണ് ഗീസ് കോമഡി. ഇത് നോക്കാം അങ്ങ് ലോങ് ആയിട്ട് എത്തി നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ട്. അവനെ കണ്ടോന്ന് എനിക്കറിഞ്ഞൂടെ. അങ്ങ് ദൂരെയായിട്ട് ഇതിനെ കണ്ടോ ഓടിപ്പോകുന്ന ഇവിടെ എവിടെയെങ്കിലും കാണുമോ. നമ്മളെന്തായാലും പീക്കിങ് സൈഡിലോട്ടൊന്നും പോകുന്നില്ല. പീക്കിങ് സൈഡിലോട്ട് പോയാൽ നമ്മളെ ചിലപ്പോൾ അടിച്ച് കൊല്ലും. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറി വെക്കാം. എവിടെയോ അവൻ നിൽക്കുന്നുണ്ട്. മുമ്പിലായിട്ടൊരു എനിമി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓടി വരുന്നു കണ്ട അവൻ നേരത്തെ ആ കല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ അവനെ ഇടിച്ചെടുക്കുക. ഇതെന്തോ എനിമികളുടെ കൂട്ടസംഖ്യ 3 എനിമികൾ ഒരുമിച്ച് അടിക്കുന്ന തേഞ്ഞ് നടുക്കൂടെ പോയ ഒരുത്തനെ കൊന്ന് ഒരുത്തൻ വീശി. അതിൻ്റെ ഇടയ്ക്ക് എസ്കേപ്പ് ആവാൻ പറ്റില്ല. ആ 3 എണ്ണം അതിനെ ഫോളോ ചെയ്യാതെ അടിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ മോൺസ്റ്ററൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അവനങ്ങനെ പോയി ചത്തോടിയ സ്പോൺസറൊക്കെ എടുത്ത് ദോഹിക്കുന്നവൻ. നമുക്ക് ഇറങ്ങി സ്നൈപ്പറിഞ്ഞൊന്ന് അടിച്ചു പോവുക. ഇവിടെ തോണ്ട് എന്തിയാ പറ്റി വേണം കൊടുത്ത് രണ്ടാമത് വേണം കൂടെ റീലോഡ് ചെയ്ത് കൊടുത്തിട്ട് കിട്ടുന്നില്ല. അവിടെ നിൽക്കട മഴയ്ക്ക് അവനെ കിട്ടുന്നില്ല കേസ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് കവറെടുത്ത് പോകാം. അവനെ നമ്മളിന്ന് കൊല്ലും. ഇവിടെ എനിമീസ് പൊട്ടായി ഒരുത്തിന്ന് ചാടുന്നു കണ്ട. ഒരെണ്ണം കൊടുത്ത് ഈ ഗ്ലൂ ആണെങ്കിൽ അത് വെട്ടം ഭയങ്കര സീനാണ്. അറ്റത്തുനിന്ന് എനിമി അവളെ കൊന്ന് ഇവിടെ ഒരു ഗ്ലൂ വാൾ ഇട്ട്. ഇതാണ് മെയിനായിട്ടുള്ള വിഷയം. ഒരു മെഡൊന്നും അടിക്കട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ HP ഉള്ള ലോയാണ്. കിട്ടി നീ സ്നൈപ്പർ കൊണ്ട് ഷോർട്ട് റേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക.
എവിടെ എനിമി? എനിമി എവിടെ? എവിടെയും കാണുന്നില്ലല്ലോ. എവിടെയാണെന്നില്ല തിന്ന. ഓ, പുറകെ വന്ന ആള് ഇത്ര പെട്ടെന്ന്. സോണി. ഓ, സോണി. അയ്യോ, കുറച്ച് HP ഉള്ളു. ഓടിക്കോ. തൊലഞ്ഞ്. ഓ, ഇനി ഹീലർ അടിക്കട്ട്. അത്ത്. ഓ, ഇനി 10 ഇനിമകളും കൂടെ ഉണ്ട്. ബുയഹ അടിച്ചാൽ മതിയായിരുന്നു. ഓ, ഞാൻ ഇവിടുന്ന് ലൂട്ട് ബോക്സ് ഒന്നും എടുത്തോലോ. മെഡം അടിക്കട്ടെ. സോണി അടുത്തെത്തി. ഓ, ഇവിടെ എടുക്കോ. എസ്കേപ്പ് ആയിക്കോ. മുമ്പിൽ ഒട്ടിക്കുന്ന അതൊരു എനിമിയല്ലേ? തന്നെ. ഇവിടെ കൊന്നിട്ടേ ഞാൻ ചാവത്തുള്ളൂ എന്തായാലും. സ്നൈപ്പർ തീർന്ന് നമ്മളെ ചത്ത്. ഇനി എന്തായാലും ഒരു 6 എനിമിയും കൂടെ ഉള്ളു. എന്തായാലും നമ്മുടെ HP ഒക്കെ തിന്നിട്ട് അവരൊക്കെ ഇപ്പോൾ സ്ട്രോൺ സ്ട്രൈക്ക് അടിച്ചാൽ ചാവുന്നു. ഈ സാധനം കിട്ടി 99+ ലെവൽ. ഓ, ഇത് അടിപൊളി ആ സാധനം. ഓ, HP കണ്ട കേസ് കുറഞ്ഞ് നല്ല രീതിയിൽ കുറഞ്ഞു. ഫൈനൽ 5 വരെ. മറ്റെല്ലാം സ്ട്രോൺ സ്ട്രൈക്ക് അടിച്ച് മരിച്ചെന്നാണ് തോന്നുന്നത്. നമ്മുടെ HP ഒക്കെ കണ്ടായിരുന്ന കേസ് നമ്മൾ ലോ ആയിരുന്നു. എന്തായാലും നമ്മളെ കവർക്ക് എടുക്കട്ടെ. അയക്കും നമ്മൾ. ഇത് ന്യൂ പ്ലെയറാന്ന് തോന്നുന്നു കേസ്. നമ്മളെ കളിക്കാറിലൂടെ അവളെ അടിച്ചു വന്നിട്ടുണ്ട്. ഇനി 3 പേരും കൂടെ ഉള്ളു. അതായത് ഇനി 2 പേരും കൂടെ കൊന്നാൽ നമ്മളായിരിക്കും വിന്നർ. അവളെ ഇപ്പം ഇവിടെ നിന്ന് കിട്ടി കേസ്. മറ്റേ അത് 99+ ആട്ടോ. ഇതിങ്ങനെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല ഇങ്ങനെ. ഓ, സോണിങ്ങനത്തെ തീഞ്ഞെനിക്ക് എടുത്തോളേ. നമുക്കെന്തായാലും ഇങ്ങോട്ടൊക്കെ ഒന്ന് കവറെടുത്ത് പോയിട്ട് വരാം. കോയിൻസ് ചെയ്തിട്ട് കുറച്ച് നമുക്ക് വേണമെങ്കിൽ മോൺസ്റ്റർ ട്രക്ക് വിളിക്കാൻ വേണമെങ്കിൽ കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് എനിമിയൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. റീലോഡൊക്കെ ചെയ്ത് കിട്ടും. ഇവിടെ നിന്ന് കിടക്കുന്ന എല്ലാ വട്ടനും അങ്ങോട്ടും കൊണ്ട് തലകഴിഞ്ഞ് എടുക്കുക. എൻ്റെ പഴയ കസ്റ്റമർ സെക്യൂരിറ്റി ഒന്നുമില്ല, പുതിയ കളിയാണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് വലിയ ഇതൊന്നുമില്ല. 2 പേരും കൂടി ഒരുത്തനെയും കൂടെ കൊന്നാൽ മതി. അവനങ്ങനെ ഇപ്പോൾ സ്ട്രോൺ സ്ട്രൈക്ക് അടിക്കുന്നു. അവനെ സോൺ ട്രിക്ക് അടിക്കണേ. ഓ, നമുക്ക് ഗ്രോസ എടുക്കാം. ഈ സ്കിൻ നിങ്ങൾക്ക് കിട്ടിയ കേസ് വയലറ്റ് സ്കിന്ന്. ഇപ്പോൾ പുതുതായിട്ട് വന്ന ഗോൾഡൻ വാട്ടി കിടന്ന സ്കിന്ന് നമുക്ക് ഇങ്ങനെ ഇരഞ്ഞ് കിടക്കും ഇവിടെ. ജയിച്ച് അവനെ സ്ട്രോൺ സ്ട്രൈക്ക് അടിച്ച് കേസ്. അങ്ങനെ ബുയഹ കേസ്. അങ്ങനെ നമ്മൾ ജയിച്ചിട്ടുണ്ട് കേസ്. ഫസ്റ്റ് വീഡിയോ തന്നെ ബുയഹ. ഗോൾഡൻ 4 ഞാൻ നേരത്തെ ഗോൾഡൻ 4 ആയിരുന്നല്ലോ, പ്ലാറ്റിനം 1. ഓ, സമയം നേരത്തെ ഞാൻ ഗോൾഡൻ 4 ആയിരുന്നു കേസ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആശ്രയിച്ചത്. നമുക്ക് കുറച്ച് ഈ സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം കിട്ടും നമുക്ക്. പിന്നെ നമുക്ക് 16 ലെവലായി. പിന്നെ റാങ്കൊക്കെ വിഷയമായി. പിന്നെ പാർട്ടി ലോബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ കിട്ടിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. ഇതൊക്കെ നമുക്ക് ക്ലെയിം ആക്കാം. എന്നിട്ട് നമുക്ക് ബുയഹ അടിച്ചില്ല, സെലിബ്രേറ്റ് ചെയ്ത് കളയാം. സെലിബ്രേറ്റ് ഒക്കെ ചെയ്ത് ഈ പ്രൈസ് എനിക്ക് ഇവിടെ 220 ആയിട്ടുണ്ട് സാധനം ഉള്ള കേസ്. അപ്പം നിങ്ങളെല്ലാം അറിഞ്ഞാണ് പിന്നെ മാജിക് ബുക്ക് വരാൻ പോകുന്നത്. ഈ സാധനമൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. അല്ല, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. പിന്നെ ഇതിൽ നമുക്ക് ഈ ഒരു സ്കാറയുടെ എന്ന വേറെ എന്തൊക്കെ സ്കിന്നുണ്ട് കേസ്. അതങ്ങ് നമുക്ക് പർച്ചേസ് ചെയ്യാം. എന്തായാലും 14 ദിവസത്തേക്ക് അത് കിടക്കട്ടെ. വെറുതെ വേസ്റ്റ് ചെയ്യാം. അതിനകത്തുള്ള ഗ്രനേഡൊക്കെ ഞാൻ എടുത്ത്. പിന്നെ ഗോൾഡ് കോയിൻ ഇപ്പോൾ ഇന്ന് ലക്കി ഒന്ന് സ്പിൻ ചെയ്യണം. പോയി ഗോൾഡ് കോയിനൊക്കെ കിട്ടിയില്ലേ. ഗോൾഡൻ വാൾട്ട് നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് കേസ്? ഗോൾഡൻ വാൾട്ട് എന്നാക്കിയപ്പം വീണ്ടും ഗോൾഡൻ ഡ്രോ ഇല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത സ്പിന്ന് 3 സ്പിൻ. ഈ ബണ്ടിൽ എനിക്ക് ഒരുപാട് പ്രാവശ്യം കിട്ടി കേസ്. ഈ ഗോൾഡൻ വാൾട്ട് സ്പിൻ ചെയ്തപ്പോൾ ആ പെണ്ണും കണ്ട്. ഇനി എനിക്ക് 100 സ്പിന്നും കൂടെ ചെയ്യണം. അപ്പോൾ കേസ് എന്നിട്ട് ആൺമേഡ് ഗൺ സ്കിന്നൊക്കെ വെക്കുന്നെങ്കിൽ എന്തോ ഗൺ സ്കിൻ കിട്ടിയെന്നില്ല. UMPയുടെ ഈ സ്കിൻ കണ്ടാണ് കേസ്. എനിക്ക് ബുയാപ്പാസിന് ഫ്രീ ആയിട്ട് കിട്ടിയത്. UG പാരഫിൽഷർ. ഈ ഗണ്ണ് ഏതാണെന്ന് എനിക്കറിഞ്ഞൂടെ. ഷീൽഡ് ഗൺ. പിന്നെ ഈ നോബൽക്കുള്ള ഈ ഗണ്ണ് എനിക്ക് ഇതാണ് ആ ഗണ്ണ്. ACBO എന്ന് പറയുന്ന ആ ഗണ്ണിൻ്റെ സ്കിന്നാണ് നമുക്ക് കിട്ടിയത്. അതവിടെ പോയി. അതിൻ്റെ കൈ തട്ടിയത് ഏതൊന്ന് പോയതാ ഗേസ്. നമ്മൾ മറ്റേ ഗണ്ണ് എക്യുപ്പയൊക്കെ ചെയ്തിട്ടുണ്ട്. വിൻചെസ്റ്റർ UMPയുടെ ഈ ഗൺ സ്കിന്ന് കുറച്ച് നാൾക്കും കൂടെ ഉള്ളു. ഇതും ഇനി ഒരു ദിവസം കൂടെ ഉള്ളു. നാളെ നമുക്ക് പോകും. നമ്മളെ കുറേ ഈ ഗണ്ണിൻ്റെ സ്കിൻ ഇപ്പം കിട്ടി. MP5ൻ്റെ തലക്കടക്കട്ട് വിക്ടർ MP